ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കപ്പോൾ ഇന്നൊന്ന് ഫ്ലൈറ്റിൽ കയറാൻ പോയാലോ? ഞാൻ മാത്രമല്ല, അമ്മയുടെ കൂടെ ഞാനും അമ്മയും കൂടി എങ്ങോട്ടാണ്, ആരെ കാണാനാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഞാൻ ഈ വീഡിയോ എടുത്തിട്ടൊരു 4-5 ഡേയ്സ് ആയി എനിക്ക്, പക്ഷേ ഇന്നാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. സോറി. ഞങ്ങൾ ഓൾറെഡി അവിടെ എത്തി. നമുക്ക് ഫ്ലൈറ്റ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നായിരുന്നു. വെളുപ്പിനെ തന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി. വെളുപ്പിനെ ആയതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു സങ്കടം അനിയനെ കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ. ഞാനും അമ്മയും കൂടി അവന് ബായിക്ക് പറഞ്ഞ് എയർപോർട്ടിനുള്ളിൽ കയറി. ബോർഡിംഗ് പാസ് അങ്ങനെ നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇടയ്ക്കത്തെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അവിടെ ഫോൺ അലൗഡ് അല്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിവിടെ കുറേ കുഞ്ഞ് ബുദ്ധൻ്റെ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് എൻ്റെ അമ്മയുടെയും കുറേ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈമായി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ. അങ്ങനെ ഞാനും അമ്മയും കൂടി ഫ്ലൈറ്റിലൊക്കെ കയറി. സീറ്റൊക്കെ തപ്പിപ്പിടിച്ചു. എനിക്ക് വിൻഡോ സീറ്റായിരുന്നു കിട്ടിയത്. അതിൻ്റെ സന്തോഷം ഉണ്ടെങ്കിലും എയർ ഇന്ത്യ അതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. അമ്മ ഫസ്റ്റ് ടൈം ആയിരുന്നു ഫ്ലൈറ്റിൽ. ബട്ട് അമ്മയ്ക്ക് ഒരു പേടിയില്ലായിരുന്നു. ഭയങ്കര റിലാക്സ് ആയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് നേരം വെളിയിലോട്ടൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേന് അമ്മയ്ക്ക് വിശന്നു. അങ്ങനെ ഒരു വെജ് നൂഡിൽസ് പറഞ്ഞു. വെജ് നൂഡിൽസ് കഴിച്ചിട്ടുള്ള അമ്മയുടെ എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത്. ബട്ട് അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടു. എക്സ്പ്രഷൻ കണ്ടാൽ ഇഷ്ടപ്പെട്ടില്ലെന്നേ തോന്നത്തുള്ളൂ, പക്ഷേ ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ടേസ്റ്റ് നോക്കി, കൊള്ളായിരുന്നു. നല്ലൊരു നൂഡിൽസ്, പക്ഷേ നല്ല പെപ്പറിൻ്റെ എരിവുണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണും തറയിപ്പോയി. ആ എരിവ് കൂടി വന്നപ്പോൾ ഞാനൊരു ഡയറി മിൽക്ക് എടുത്ത് വെച്ചു. ഡയറി മിൽക്ക് നോക്കിയറിയാൻ പകുതിയോളം തീർന്നിരിക്കുകയാണ്. പിന്നെ കുറേ നേരം ഇങ്ങനെ വെളിയിലോട്ടൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേനും നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി ഗായ്സ്. നമ്മൾ മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് എത്തിയത്. നമ്മളവിടെ അച്ഛനെ കാണാൻ വന്നതാണ്. അച്ഛൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. 5 അവേഴ്സോളം ഫ്ലൈറ്റിലിരുന്ന് നല്ല ടയേർഡാണ്. ഇനി റൂമിൽ പോയി റെസ്റ്റ് ചെയ്യണം. ബാക്കി വീഡിയോസ് തുടർച്ചയായിട്ട് ഇടാം. ബൈ ബൈ ഗായ്സ്, ലവ് യു.